നമസ്കാരം. ഞാനൊരു മാപ്പിളപ്പാട്ടിൻ്റെ ആരാധകനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം ആകപ്പാടെ പാടിയിരിക്കുന്ന പാട്ടൊരു മാപ്പിളപ്പാട്ടാണ്. എന്ന് വെച്ചാൽ ആരും കേൾക്കാത്തൊരു പാട്ട് ഞാൻ ആദ്യം പാടി പഠിക്കുന്നത്. പിന്നീട് ഞാൻ ഒരുപാട് പാട്ടുകൾ പാടി, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ വളരെ പ്രസിദ്ധമായ ഗാനങ്ങൾ. അതുകൊണ്ട് പാടുന്നതിനേക്കാൾ നല്ലത് പാട്ട് കേൾക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം എന്നുള്ളതുകൊണ്ട് ഞാൻ പാടുന്നത് അവസാനിപ്പിച്ച് പാട്ട് കേൾക്കുന്ന ഒരാളായി മാറി. ഒരുപാട് നാളായി പല ടെലിവിഷൻ ചാനലുകളും ഇതുപോലെ റിയാലിറ്റി ഷോകൾ എന്ന് പറഞ്ഞ് സംഗീത മത്സരങ്ങളും മറ്റു തരത്തിലുള്ള മത്സരങ്ങളും നടക്കുന്നു. ഇങ്ങനെ ഒരു സംഗീത ശാഖ നിലവിലുണ്ടെന്നും അതിനും ഒരു മത്സരം സംഘടിപ്പിക്കണമെന്ന് ഉണ്ടായ ഒരു ആശയം കൈരളിക്കാണ്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഇങ്ങനെയൊരു സംഗീതശാഖ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ മേന്മകൾ തിരിച്ചറിയേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കൈരളി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായി തീരുകയാണ്. മാപ്പിള സംഗീത ശാഖയ്ക്ക് കൈരളിയുടെ ഈ പ്രയത്നം ഫലം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും, എല്ലാ മത്സരാർത്ഥികൾക്കും ഒരുപോലെ വിജയം നേർന്നുകൊണ്ട് നമസ്കാരം. മമ്മൂക്ക, നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ മമ്മൂക്ക വരുന്നതെന്ന് അറിഞ്ഞിട്ട് ഒരു പാട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് മമ്മൂക്കയുടെ മുമ്പിൽ വെച്ച് പ്രസൻറ്റ് ചെയ്യണമെന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട്. ഞാനത് കേൾക്കാൻ നിൽക്കണോ? തീർച്ചയായും. മമ്മൂക്കയെ കുറിച്ചല്ലേ? ഞാനവിടെ ഇരുന്നോളാം. പക്ഷേ ഈ ഒരു പാളെ പറ്റിയൊക്കെ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കണം. എന്നെ പറ്റി എന്ത് പാട്ടുണ്ടാക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. മമ്മൂട്ടി എന്ന് പറഞ്ഞ പാട്ടുണ്ടാക്കാൻ നമുക്ക് കേട്ട് നോക്കാം മമ്മൂക്ക. ഞാനവിടെ ഇരിക്കാം. അത് എനിക്കങ്ങ് തീരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഞാനങ്ങ് പോവേ. ഓക്കെ, ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. തൊട്ടുനിൽപ്പു നമ്മുടെ മമ്മൂട്ടി ഇന്നു വിണ്ണിലൊരു പൊട്ട് പോലെ മിന്നിടുന്ന താരകമുത്ത്. തൊട്ടുനിൽപ്പു നമ്മുടെ മമ്മൂട്ടി ഇന്നു വിണ്ണിലൊരു പൊട്ട് പോലെ മിന്നിടുന്ന താരകമുത്ത്. ഇതാ പട്ടുറുമാലും മലബാറിന്റെ കൽബുമേകിടുന്ന മുട്ടുവാങ്ങിടാനണഞ്ഞു നമ്മളൊടത്ത്. മുട്ടുവാങ്ങിടാനണഞ്ഞു നമ്മളൊടത്ത്. തൊട്ടുനിൽപ്പു നമ്മുടെ മമ്മൂട്ടി ഇന്നു വിണ്ണിലൊരു പൊട്ട് പോലെ മിന്നിടുന്ന താരകമുത്ത്. എത്രയെത്ര ഭാവമാമുഖത്തുണർന്നു നമ്മൾ കണ്ടു. തൃപ്തിതൻ സമൃദ്ധമായ സദ്യകളുണ്ട്. എത്രയെത്ര ഭാവമാമുഖത്തുണർന്നു നമ്മൾ കണ്ടു. തൃപ്തിതൻ സമൃദ്ധമായ സദ്യകളുണ്ട്. 100 മർത്യ ജീവിതത്തിൽ പകർപ്പൊത്ത കഥാപാത്രമായി വൃത്തടങ്ങൾ തോറുമങ്ങു യാത്ര തുടർന്നു. മർത്യ ജീവിതത്തിൽ പകർപ്പൊത്ത കഥാപാത്രമായി വൃത്തടങ്ങൾ തോറുമങ്ങു യാത്ര തുടർന്നു. തൊട്ടുനിൽപ്പു നമ്മുടെ മമ്മൂട്ടി ഇന്നു വിണ്ണിലൊരു പൊട്ട് പോലെ മിന്നിടുന്ന താരകമുത്ത്.
പോലെ മിന്നും